ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വെള്ളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൈദയും ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകട്ടോ. അതിനായിട്ട് ഞാനൊന്ന് കണ്ട ഒരു 6 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടാ. പിന്നെ സബോള മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യുന്നതിൽ ചെറുതാക്കി ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വേഗം വേഗം എടുക്കാം കേട്ടോ. പുഴുങ്ങിയതായി കാരണം വേഗമായി കിട്ടും കേട്ടോ. വേവിച്ച ഉരുളൻകിഴങ്ങായി കാരണം കണ്ടോ വേഗം റെഡി ആയിട്ട്. അതുപോലെ ഈ 5 കൂടിയും നമുക്കതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഉരുളൻകിഴങ്ങും ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വലിയൊരു സബോള ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് ചേർത്തതിൽ മുന്നിട്ടാണ് ഇഞ്ചി ഇപ്പോൾ ഇട്ടത് കേട്ടോ. പച്ചമുളക് ചേർത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, എല്ലാം കൂടി കൂട്ടി മിക്സ് ആക്കാം കേട്ടോ. ഒന്ന് അതിന് മുന്നേ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്തു, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു, മസാലപ്പൊടി ചേർത്തു. എല്ലാം കൂടി നന്നായി ഇനി മിക്സ് ആക്കിയിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നന്നായി കുഴയ്ക്കുക. വെള്ളം ചേർക്കാതെ ആ ഉരുളൻകിഴങ്ങിൻ്റെ നനവിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഒന്ന് നീക്കി വയ്ക്കുക. ഇനി നമുക്ക് ഒരു കപ്പ് മൈദ ആദ്യം എടുത്തു, 250 ml കപ്പിൽ 1 കപ്പ്, 2 കപ്പ് അതുപോലെ എടുത്തു കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കട്ടെ, 2 ടീസ്പൂണോളം. 2 ടീസ്പൂണോളം ഓയിൽ ചേർത്തു. പൊടിയൊന്ന് വേഗം സോഫ്റ്റായി കിട്ടാൻ സൺഫ്ലവറിൻ്റെ ഓയിലായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായി മിക്സാക്കി കൈ കൊണ്ട് ഇങ്ങനെ പൊടിയും എല്ലാം കൂടി മിക്സാക്കി ഒന്ന് കുഴക്കുക കണ്ട. അപ്പോൾ ഒരു നനവ് പോലെ പൊടിക്ക്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇനി കുറേശ്ശെ നനച്ച് കൊടുക്കണ്ട. കുറേശ്ശെ വെള്ളം ഒഴിക്കാവോ. അപ്പോൾ ഞാൻ നനച്ച് ഉരുളയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് ഒരു പലകി എടുത്തിട്ട് ആകുമ്പോൾ ഇത്തിരി പൊടി എടുത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കുക. ഇപ്പോൾ വേണ്ട ഒരു ഉരുളെടുത്തിട്ടുണ്ട്. മൈദയുടെ പൊടിയൊക്കെ നമ്മൾ ഒട്ടി പിടിക്കുകയൊക്കെ പൊടി ഇടുന്നിട്ടാ. അപ്പോൾ അടിഭാഗത്തും വേണമെങ്കിൽ മുകൾ ഭാഗത്തും കുറേശ്ശെ പൊടി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക, ഒട്ടാതിരിക്കാൻ. എന്നിട്ട് റൗണ്ട് നമുക്കത് എടുക്കണം കേട്ടോ. റൗണ്ട് ഒരു ഡപ്പേരെ മൂടി എടുത്തിട്ട് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ട് എടുക്കണത് കേട്ടോ. അപ്പോൾ ആ റൗണ്ട് ഇങ്ങനെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സൈഡ് ഭാഗം ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ റൗണ്ടിൽ കത്തി എടുത്തിട്ട് നമുക്ക് 4 ഭാഗം ഒന്ന് സൈഡുകൾ വെട്ടി കൊടുക്കണം കേട്ടോ. അതിൽ മുന്നൊരു നമ്മൾ തയ്യാറാക്കി വെച്ച ഉരുളൻകിഴങ്ങിൻ്റെ ഫില്ലിങ് ഉണ്ട്, അതിന് ഒരു ഉരുള എടുക്കാം കേട്ടോ നടുവിൽ വയ്ക്കാനായിട്ട്. അതിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ ഒരു നീളത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനതൊരു പൂ പോലെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ പരത്തിയ മാവിനെ കത്തി കൊണ്ട് ആ ഉരുള വെച്ചതിന് ശേഷം 4 പുറമൊന്ന് ഇങ്ങനെ വെട്ടി കൊടുക്കുക കേട്ടോ. വെട്ടിട്ട് കൊടുക്കുക. 4 വെട്ടിട്ട് കൊടുക്കണം കേട്ടോ, 4 സൈഡിലായിട്ട്. ഇനി ഒട്ടി പിടിക്കാതിരിക്കണമെങ്കിൽ ഇത്തിരി വേണമെങ്കിൽ വേണ്ടവർക്ക് കുറച്ച് മൈദ കലക്കിയിട്ടായാലും ഇപ്പോൾ തേച്ച് കൊടുത്താൽ വേഗം ഒട്ടി പിടിച്ചോളൂ കേട്ടോ, പോരില്ല. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചാലും ഒട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് തന്നെ ഒട്ടുമെന്ന് നോക്കി നോക്കണ്. കുറേശ്ശെ ഇങ്ങനെ മുകളിലേക്ക് ഒട്ടുമ്പോൾ പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം തൊട്ടിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത് കണ്ടോ. മുകളിലേക്ക് പോരുക. മാവുമ്പോൾ ഒട്ടിയത് വേഗം ഒട്ടി. പിന്നെ നമ്മുടെ പില്ലിമുങ്ങ ഒട്ടുമ്പോൾ അത് പോരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പുറത്തേക്ക്. അപ്പോൾ ഒത്തിരി മൈദ കലക്കി ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം തൊട്ട് ഒട്ടിച്ചു കൊടുക്കുക നല്ലത് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ എണ്ണയിലേക്ക് ഇടുമ്പോൾ വിടരും. ഇതൊരു ഫ്ലവർ പോലെ ആയിട്ട് മുകൾ ഭാഗം കാണുമ്പോൾ കണ്ടോ, ഒരു റോസിൻ്റെ ഒക്കെ ഒരു ആകൃതിയിലായി കിട്ടി മുകൾ ഭാഗം. റോസാപ്പൂവില്ലേ അതിൻ്റെയൊക്കെ ഒരു ആകൃതിയിൽ. ഇനി അതുപോലെ രണ്ടാമത്തതും ഇതുപോലെ ഒരു ഉരുള മാവ് എടുക്കുക, നമുക്കൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ കോല് കൊണ്ട് നന്നായി പരത്തി എടുത്തിട്ട് റൗണ്ട് തന്നെ ആക്കി എടുക്കാം കേട്ടോ നന്നായി. ഈ മസാലയോട് കൂടി ഇങ്ങനെ ഇത് എണ്ണയിലിട്ടിട്ട് മൊരിയുമ്പോഴേ നമ്മുടെ മൈദയല്ലേ നാല് പുറം നല്ല ടേസ്റ്റ് ആട്ടാ.
പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് പോലെ പുറംഭാഗം ഉൾഭാഗം മാവും കൂടി കടിക്കിച്ച് തിന്നുമ്പോൾ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. രണ്ടാമതും പരത്തിയിട്ട് നമ്മളിതുപോലെ തന്നെ ഡപ്പേര മൂടി വെച്ചിട്ട് 4 പുറം ഇങ്ങനെ മാറ്റിയാലും മതിയിട്ട്. അപ്പോൾ വേഗം പണി കഴിയും, പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട്. എന്നിട്ട് അത് ഇതുപോലെ തന്നെ കത്തി കൊണ്ട് വെറുക്കി കൊടുക്കുക 4 സൈഡും. ഇത് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ കുട്ടികൾക്ക് അതിലൊക്കെ ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ കുട്ടികളുടെ വീട്ടിലാകുമ്പോൾ കുറച്ച് എരിവ് ചേർത്താൽ മതി എന്ന് മാത്രം. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സ്നാക്സ് ഉണ്ടാക്കി കഴിയും ചെയ്യും. കറിയൊന്നും ചേർക്കാതെ നമുക്ക് ധൃതിയിൽ വല്ല പെട്ടെന്ന് പോകാനൊക്കെ ഇങ്ങനത്തെ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ കറിയില്ലാതെ കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ വേഗം പണി കഴിയും കേട്ടോ. അപ്പോൾ ഇത് 4 പുറം ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ വെറുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡൊന്ന് നനച്ച് കൊടുക്കാം കേട്ടോ വെള്ളം കൊണ്ട്. അപ്പോൾ ഒട്ടി ഇങ്ങനെ പിടിച്ചിരുന്നോളും നനവിൽ. 4 ഭാഗത്തും വെള്ളം നനച്ച് കൊടുത്തു. പിന്നെ ആ ഫില്ലിങ്ങിൽ നിന്ന് ഒരു ഉരുള ഫില്ലിങ് എടുത്തു. പിന്നെ അത് നടുഭാഗത്ത് ഇങ്ങനെ നീളനെ ഒരു കോണാകൃതിയിൽ ഇങ്ങനെ ഒരു നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരേതളിങ്ങനെ മടക്കി കൊടുക്കുക. കണ്ട ഇതുപോലെ ആ ഫില്ലിമിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. 4 സൈഡിൽ നിന്നും എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ മോൾ ഭാഗത്ത് ഇതിങ്ങനെ വരുമ്പോൾ അങ്ങനെ റൗണ്ട് തന്നെ വെട്ടാൻ വേണം. റൗണ്ട് തന്നെ അങ്ങനെ ഒപ്പാക്കണം കേട്ടോ. മോൾ ഭാഗത്ത് വരുമ്പോൾ അങ്ങനെ ഒരു പൂവിൻ്റെ അതള പോലെ നല്ല ഭംഗിയിൽ കാണും. കണ്ടോ? അപ്പോൾ 4 ഇതളും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. കണ്ടോ നല്ല ഭംഗിയിൽ കാണാൻ. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് എല്ലാ സ്നാക്സും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കണ്ട പ്ലേറ്റിൽ കാണണ്ട നല്ല ഭംഗിയിൽ കാണാൻ. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ സ്നാക്സ്. ഓരോപ്പോൾ വലിപ്പമുള്ളതായി കാരണം ഇത്തിരി കുണ്ടുള്ള ചട്ടി വെച്ചെടുക്കണം. മുങ്ങി കിടക്കാൻ വന്നാലും കുറച്ച് മുങ്ങി കിടക്കണുള്ളൂ, കുറവാണ്. അപ്പോൾ നമുക്ക് ചെരിച്ചിട്ടിട്ട് അതിലത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ നല്ലോണം ഒഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 നന്നായി റോസ്റ്റായി കിട്ടട്ടെ. അപ്പോൾ നല്ല കൂടുതൽ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ. ഒരേ ഭാഗം പെട്ടെന്ന് കരിയുള്ളൂ. അപ്പോൾ ഒരു സാധാരണ മീഡിയത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് മറച്ച് കൊടുക്കാം കേട്ടോ. ഒരു സൈഡൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തിരിച്ച് അങ്ങോട്ട് മറച്ചും തിരിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗം ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതേ ഒരുവിധം മുകൾ ഭാഗമൊക്കെ അതിൻ്റെ കൂടെ കേട്ടോ. സൈഡൊക്കെ തിരിഞ്ഞ് ഇട്ടപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ വെന്ത് തുടങ്ങിയിട്ട് നമുക്ക് ഓരോന്ന് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം കേട്ടോ. കണ്ട മുകളിൽ മൈദയല്ല വേണ്ട ഉരുളക്കിഴങ്ങൊക്കെ വെന്തതല്ലേ. അപ്പോൾ മുകളിലത്തെ മൈദയുടെ ഭാഗം മാത്രം ഒന്ന് വെന്ത് കിട്ടും വേണ്ട ഒരു ഹോളിങ്. അപ്പോൾ നമുക്കത് 2 കൂടി എടുത്തു മാറ്റാണ്ട് എണ്ണയിൽ നിന്ന്. അപ്പോൾ 2 സ്നാക്സും എടുത്തു മാറ്റിയിട്ട് എണ്ണയിൽ നിന്ന് ഒരെണ്ണം കൂടി എടുത്താൽ അത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ മറ്റുള്ള എല്ലാതും ഉണ്ടാക്കി വെച്ചത് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ കണ്ടപ്പോൾ എല്ലാതും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയിൽ കാണാനും നല്ല രസമുണ്ട്. കഴിക്കാനും കറിയൊന്നും വേണ്ട. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബായ്.